بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربي فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله مولانا العلي العظيم. بادروا إلى الأعمال الصالحة فستكون فتن كقطع الليل المظلم. وكان الرجل يصبح مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا. قال رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള കർണാടക സ്റ്റേറ്റാ ഉലമാക്കളെ, ഉമറാക്കളെ, ഈ സദസ്സിലും പരിസരത്തും ഒരുമിച്ചു കൂടിയ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജലാലിയ റാത്തീബ് നടന്ന ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു സാധുക്കളായ പാവികളായ ദോഷികളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നമ്മോടൊപ്പമുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഇവിടെ നിലനിർത്താൻ സാമ്പത്തികമായും ശാരീരികമായും ആശയപരമായും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു അവൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അവൻ പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും മാനസികമായ, ശാരീരികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളൊക്കെ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അവരിൽ നിന്നിട്ടും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇവിടെ
മഹാനായ നമ്മുടെ ശൈഖും മുർഷിദുമായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട താജുൽ ഉലമ സുന്നി സെന്റർ, അതിൻ്റെ ആഭിമുഖ്യത്തിലായി സംഘടിപ്പിക്കപ്പെട്ട 2 ദിവസത്തെ പരിപാടി അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രഥമ ദിവസം ജലാലിയ റാത്തീബും നസീഹത്തും ബഹുമാനപ്പെട്ട മദക്ക തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമാപന ദുആയും, നാളെയും നമ്മുടെ പരിപാടി ഇവിടെ മാസത്തിൽ നടത്തുന്ന സ്വലാത്ത് ദിക്ർ ദുആ മജ്ലിസിന് നേതൃത്വം നൽകുന്ന നൂറ് മിസ്ബാഹി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കും. എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇതാരെയും കാണിക്കാൻ വേണ്ടിയോ പ്രദർശിപ്പിക്കാൻ വേണ്ടിയോ അല്ല. എന്തുകൊണ്ട്? നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും വന്ന് ഓടുന്നൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്, അല്ലേ? കുറച്ച് മുമ്പ് വന്നാളെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ കഴിയുള്ളൂ. ഖുതുബക്ക് വന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ പിന്നെ ഖതീബ് തയ്യാറങ്ങേണ്ടി വരും, പിന്നെ നിന്നെ കൊണ്ടിട്ട് മെമ്പറിലാക്കേണ്ടി വരും. അപ്പോ ഖതീബ് മെമ്പറിൽ കയറുന്നതിന് മുമ്പ് വന്നവർക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാൻ കഴിയും. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ആ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നിനക്ക് വെളിച്ചം നൽകി തരും. ഓതിയവർക്ക്, അല്ലാത്തവർക്ക് ഉണ്ടാവൂല. പഞ്ചാര തിന്നവർക്കല്ലേ എന്തെങ്കിലും മധുരം കിട്ടുള്ളൂ. പഞ്ചാര എന്ന് പറഞ്ഞാൽ മധുരാവൂലല്ലോ. അള്ളാഹു നമുക്കൊക്കെ ഓതാൻ തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച വന്നിട്ട് എല്ലാവരും അൽ കഹ്ഫ് സൂറത്ത് ഓതണം. സ്വബൈ നിസ്കരിച്ചിട്ട് പൊരയിൽ ഓതിയാലും ആവും. പെണ്ണുങ്ങളും ഓതണം. വെള്ളിയാ ദിവസം ഓതാൻ പറഞ്ഞത് ആണും പെണ്ണുങ്ങളൊക്കെ ഓതണം. സ്വലാത്തും ചൊല്ലണം. ജുമുഅക്ക് മാത്രം പെണ്ണുങ്ങൾ വരണ്ട. എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട ആള് പറഞ്ഞാൽ തീർന്നു. അല്ലാത്തവരൊക്കെ വരച്ചിട്ടും ഗുണമില്ല. പറയേണ്ട ആളൊന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങൾക്ക് അവരെ വീടാണ് ഇബാദത്തിനും നിസ്കാരത്തിനും ഒക്കെ ഖൈർ വീടാണ്. അവരിങ്ങോട്ട് ജുമുഅക്കും ജമാഅത്തിനൊന്നും പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി, എനിക്ക് തങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിൽ ഒന്ന് മൗനമായി നിസ്കരിക്കണം എന്നിട്ട് വലിയ ആഗ്രഹമുണ്ട് നബിയേ. പാവൂറുള്ള പള്ളിയല്ല, പഴയ പള്ളിയുമല്ല, പുതിയ പള്ളിയുമല്ല, സുന്നി പള്ളിയുമല്ല, അല്ലാത്ത പള്ളി ഒരു പള്ളിയുമല്ല. ഞാൻ പറയാം, പിന്നെ ഏത് പള്ളിയാ? മച്ചമ്പാടി പള്ളിയുമല്ല, KC റോഡ് പള്ളിയുമല്ല, പിന്നെ ഏത് പള്ളിയാ? അങ്ങനെ മുട്ടുന്നില്ല, മദീനത്തെ പള്ളി. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഈ പള്ളിയിലും അപ്പള്ളിയിലും എല്ലാ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നതിൻ്റെ മസ്ജിദുൽ നബവിയിൽ, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലം, മദീന പള്ളിയിൽ നിസ്കരിച്ചാൽ 50,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. ഈ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഇത് പള്ളിയാക്കിയില്ലേ? ഇല്ല, പള്ളിയാക്കണം. പള്ളിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഅ്തികാഫ് നോമ്പിനിരിക്കാൻ പറ്റൂല.
ആ ആ അപ്പോ ജലാൽ തങ്ങൾ വന്നിട്ട് പള്ളി ആക്കിയിട്ടുണ്ട്. നിങ്ങളറിയില്ല, നിങ്ങളെന്താ പിന്നെ ബൈനാകുന്നത്? ലിയാഫത്തെ മദീന പള്ളീൻ്റെ പേരോ? താജ് സെന്റർ അല്ലേ? പിന്നെ കുറേ പേരായ മനുഷ്യൻ പറയാൻ കഴിയണ്ടാവില്ലേ. അല്ലാഹ് സലാമത്താക്കട്ടെ. ഇപ്പോൾ ഒരാൾക്ക് തന്നെ കുറേ പേരിടാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താക്കണമെന്ന് അറിയില്ല. ഇരിക്കട്ടെ, അതൊക്കെ നിങ്ങളെ വിഷയം. പാലിന് വന്നോനി എന്തിന് എറുമ്പൻ്റെ വിഷയം ഒന്ന് കേട്ട പോലെ ആവും. എൻ്റെ ആൾ പാലിന് വന്നല്ല, പാലില്ല എന്നെല്ലാം ചോദിച്ചോലു ഈ എരുമ വിൽക്കുന്നാന്ന്. അത് പറഞ്ഞ പോലെ പാലിന് വന്നോനിക്ക് എരുമൻ്റെ വിഷയത്തിന് പാലില്ലെങ്കിൽ അങ്ങനെ പോകുന്ന പണിയല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ന്യായം പറഞ്ഞാൽ എനിക്ക് മുണ്ടാൻ കഴിയില്ലല്ലോ. ഞാൻ ന്യായത്തിൻ്റെ കൂടെയാണ്. അത് ഈ പാവൂറും പരിസരത്തുള്ളവർക്കൊക്കെ അറിയും. ഞാൻ മുട്ടത്തുള്ള സമയത്ത് തന്നെ ഇവിടെ പാവൂറ് വരുന്നുണ്ട്. ഞാൻ അറിയുന്ന പലരും മരിച്ചുപോയി. അള്ളാഹു അവരെയെല്ലാം ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. പലരും വയസ്സന്മാരായിട്ടുണ്ട്. എനക്കും വയസ്സായി, താടിയെല്ലാം എൻ്റെ നരച്ച്. അല്ലാത്ത കുറേ ചെറുപ്പക്കാരും ഉണ്ട്. അന്ന് കുട്ടികളായിട്ടുള്ളവരൊക്കെ ഇപ്പം ഇന്ന് 40-50 വയസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോഴും അത്രയും പഴക്കമുള്ള സ്ഥലമാണ് ഈ പാവൂർ പരിസരം എന്ന് പറഞ്ഞാൽ. നമ്മളെ നാട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. മഞ്ചേശ്വരം മണ്ഡലമാണ് നമ്മളെ മണ്ഡലം. ഇപ്പം ഞാൻ ഏടനോ തെക്കുന്ന് അടിഞ്ഞിട്ട് വന്നതല്ല. ഞാൻ ഈ നാട്ടിൻ്റെ തന്നെ ആളാണ്. എന്നെ പായിച്ചാൽ ഞാൻ പായയില്ല, ഈടൻ്റെ ഉള്ള ആൾ. ഒരിക്കൊരു പരിപാടിക്ക് വരുമ്പോൾ അതെങ്ങനെ അയാൾ വരുന്നതെന്ന് ചോദിച്ചു പോലെ ആരോ. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്ന എനിക്ക് ആരെയും പെർമിഷൻ വേണോ? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു പെർമിഷനും വേണ്ട. പിന്നെ ആരെങ്കിലും വന്നിട്ട് നീ പോണ്ടെന്ന് പറഞ്ഞാൽ നീ ആരത് പറയാ? നീ ഇത് നാളെ വിലക്കെടുത്തില്ല ഞാൻ അവനോട് ചോദിക്കൂലേ? അങ്ങനെ ഒരു പേടി പണ്ടേ ഇല്ല. അങ്ങനെ പേടിയുണ്ടെങ്കിൽ കേസീറോട് പോയിട്ട് ഈ 36 കൊല്ലം നിൽക്കൂല. അവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾ 4 കൊല്ലക്കാലം എന്നെ വലിയ മർഡർ കേസിൽ എന്നെ പ്രതിയാക്കി ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ജാമ്യത്തിൽ വക്കീൽ മുഖേനയായി ഞാൻ രക്ഷപ്പെട്ടു. 4 കൊല്ലം കോടതിയിൽ പോയും. എന്നാൽ പിന്നെ ആടെന്ന് വിട്ടിട്ട് പാഞ്ഞിട്ട് അഡ്രസ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന കേസീറോട് തന്നെയാണ് വരുന്നത്. പാവൂർക്ക് വരുന്നതും കേസീറോട് തന്നെയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഇസ്സത്ത്, അള്ളാഹു നമ്മളെ കുടുംബത്തിൻ്റെ ഇസ്സത്ത്, നമ്മളെ സ്ഥാപനത്തിൻ്റെ ഇസ്സത്ത് അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ആർക്കും നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ അടിയറ പറഞ്ഞിട്ടില്ല. അത് മരിക്കുന്നത് വരെ പറയുകയും ഇല്ല. പണക്കാരൻ്റെ പണം ഇന്നുണ്ടാകും, നാളെ ചേഞ്ചാകും. ആഫിയത്തുള്ളവൻ്റെ ആഫിയത്ത് ഇന്നുണ്ടാകും, നാളെ മാരകമായ രോഗം വന്നിട്ട് കരയുന്നുണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട്. ഉസ്താദേ, നിങ്ങൾ എന്തെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്, പൊളിച്ച ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ആരെക്കൊണ്ടെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എനിക്ക് പൊരുത്തപ്പെടണം, എനിക്ക് വല്ലാത്ത സുക്കട് വന്നുപോയി ഇത് പറഞ്ഞ് കരഞ്ഞവരുണ്ട്. അല്ലാഹുർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ആദർശം എന്നത് താൽക്കാലികം അല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി, പിന്നീട് അതൊക്കെ കെട്ടുപോയി. അത് ആദർശത്തിൽ പറ്റുകയില്ല. ആദർശം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസം, ഈമാൻ, അതൊരു ടൈമിന് മാത്രം ഉണ്ടായി, പിന്നെ അത് കുറഞ്ഞുപോയി. അത് പറയുക പറ്റിയില്ല. ഈമാൻ മനുഷ്യൻ്റെത് കൂടിക്കൊണ്ടേ ഇരിക്കണം, കുറയാൻ പാടില്ല. തടിക്ക് വയസ്സ് വരും, ഈമാന് വയസ്സ് വന്നുകൂടാ. ശരീരത്തിന് ക്ഷീണം പിടിക്കും, ഈമാനിക്ക് ക്ഷീണം പിടിച്ചുകൂടാ. അള്ളാഹു നമ്മളെ ഈ മക്കളെയും കുടുംബത്തെയും ആ നിലക്ക് അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അൽഹംദുലില്ലാഹ്, ഇവിടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമായി അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ പേരിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം, എന്നിടക്ക് ഞാൻ പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ
50,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഒരു പള്ളി ലോകത്ത് വേറെയില്ല. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി. ഉംറക്ക് പോയിട്ടില്ലേ? ഹജ്ജിനും ഉംറക്കെല്ലാം പോണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കവും മദീനവും കാണാതെ അള്ളാഹു നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ. നല്ലോണം ആശിച്ചോളി, ആഗ്രഹിച്ചോളി. ആശിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു അടുത്തേക്ക് എത്തിക്കും. ഒരു പക്ഷേ നീ ആശിച്ച് ഹജ്ജിന് പോണം റബ്ബേ ആശിച്ചു ഉമ്മമാരെ, ചെറുപ്പക്കാരെ, വയസ്സന്മാരെ, ആലിമീങ്ങളെ ആഗ്രഹിച്ചു റബ്ബേ നിന്റെ കഅബമൊന്ന് തവാഫ് ചെയ്ത് കഅബ നോക്കി എനിക്ക് കരയണം. നിന്റെ ഹബീബിന്റെ പരിശുദ്ധ ഹളറത്തിൽ ചെന്ന് അവിടുത്തെ പൂമുത്തു മുഖം നോക്കി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ് എന്നെനിക്ക് സലാം പറയണം റബ്ബേ. അതിനെനിക്കുള്ള വഴി എളുപ്പമാക്കണം അല്ലാ എന്ന് നീ ദുആ ആശിച്ചു. പക്ഷേ അത് എത്താനുള്ള തൗഫീഖ്, അതിനുള്ള വഴി നിനക്കുണ്ടായില്ല. അങ്ങനെ നീ മരണപ്പെട്ടു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നാളെ ഹാജിമാർ, യഥാർത്ഥ ഹാജിമാർ, അവർ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗമാണ്. പേരിന് വേണ്ടിയോ പ്രസക്തിക്ക് വേണ്ടിയോ അഡ്രസ്സിന് വേണ്ടിയോ ആജി എന്ന് വിളിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജിന് പോയ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അതിന്റെ പ്രതിഫലം സ്വർഗം തന്നെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ആ നിലക്കുള്ള ഹാജിമാരിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ, ഉംറ ചെയ്തവരിൽ പെടുത്തി തരട്ടെ. അങ്ങനെ യഥാർത്ഥ ഹാജിമാർ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ പാവൂർ താജുൽ ഉലമാ സുന്നി സെന്ററിന്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ, ആ കഅബ കാണാനും മദീനത്തെത്താനും ആശിച്ചു കരഞ്ഞ നിന്നെ ഹാജിമാർ സ്വർഗത്തിൽ കടക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് ഓർഡർ വരുന്നു, ഹാജിമാരെ കൂടെ നീയും സ്വർഗത്തിൽ പോയിക്കോ. ആ സമയത്ത് ഈ ഹജ്ജിന് പോകാതെ മദീനത്ത് പോകാതെ പാവപ്പെട്ട ജനങ്ങൾ ആശിച്ചു ആഗ്രഹിച്ചു മരിച്ചുപോയ ഈ ആണ് പെണ്ണ് അള്ളാഹുവിന്റെ കോടതിയിൽ പറയും, റബ്ബേ ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, ഞാൻ ഉംറക്ക് പോയിട്ടില്ല, കഅബ തവാഫ് ചെയ്തിട്ടില്ല, മദീന മുനവ്വറ കണ്ടിട്ടില്ല. ആ സമയത്ത് റബ്ബിന്റെ മറുപടി, ഓ മനുഷ്യ, എൻ്റെ അടിമേ, നീ ഹജ്ജ് ചെയ്തിട്ടില്ല എന്നെനിക്കറിയാം, ഉംറക്ക് വന്നിട്ടില്ലെന്ന് എനിക്കറിയാം, ഹബീബിനെ സിയാറത്ത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മരണം വരെ നിന്റെ മനസ്സിൽ വല്ലാത്ത ആശിച്ചുകൊണ്ട്, വല്ലാത്ത മഹബത്ത് വെച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചു ജീവിച്ചു മരിച്ചവനല്ലേ. അതുകൊണ്ട് നിന്നെയും ഹാജിമാരെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോയിക്കോ ഹാജിമാരെ കൂടെ സ്വർഗത്തിലേക്ക്. അള്ളാഹു അങ്ങനെ ആശിച്ചിട്ടെങ്കിലും ഹാജിമാരെ കൂടെ റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഇതിന് ചെലവില്ല, ആശിക്കുന്നതിന് ചെലവില്ല, ആഗ്രഹിക്കുന്നതിന് ചെലവൊന്നുമില്ല. നിന്റെ മനസ്സ് അതിനൊരുങ്ങണം. നിന്റെ മനസ്സ് പാറ പോലത്തെ കറുത്ത് വരണ്ടുപോയ മനസ്സായാൽ നിനക്കെന്ത് കഅബ, നിനക്കെന്ത് മദീനടോ, ഒന്നും ഉണ്ടാവൂല. ഈ മനസ്സ്, ഈ ഖൽബ് ലയ്യിനായ നേർമയുള്ള ഖൽബാകണം. ഫയുമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല ശുദ്ധമായ ഹൃദയം, ആരോടും കടുകടുപ്പില്ലാതെ, ആരെയും അവന്റെ മാനത്തിനെയും അവന്റെ ഇസ്സത്തിനെയും അവനെയും പറിച്ചു ചീന്താനുള്ള ആഗ്രഹമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളാകണം. അല്ലാഹു ആക്കി തരട്ടെ. ഇങ്ങോട്ട് നമ്മൾ അപമാനിച്ചാലും നമ്മൾ അങ്ങോട്ട് അപമാനിക്കണ്ട. മനസ്സിലായോ?
നീ എന്റെ ഒരു കുറ്റം പറഞ്ഞിനല്ലേ, നിന്റെ 10 കണക്കറിയും ഞാൻ ആ 10 പറയുന്നു. അത് ഈമാനിന്റെ പോസ്റ്റിൽ അല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു. വിശുദ്ധ ഖുർആനും പറഞ്ഞു, ഇദ്ഫഇസ് സയ്യിഅത ബിൽ ഹസന. ഇങ്ങോട്ട് ഒരു ചീത്ത നമ്മൾ പറയുമ്പോ അങ്ങോട്ട് എന്ത് പറയാ? ആയിക്കോട്ടെ, നീ എന്നെ ചീത്ത പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ഗുണം പറയുന്നു, നീ വല്ലാത്തൊരു നല്ല മനുഷ്യനാണ്. അപ്പൊ എനിക്ക് തോന്നി, ആ വർഷം ഞാനെന്തിനി പോയി അവനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ മൊയിലാറെ ഞാനെന്തിനി പറഞ്ഞിട്ടിപ്പോ, അല്ലെങ്കിൽ ഈ ആചാരെ ഞാനെന്തിനി പറഞ്ഞിട്ടിപ്പോ, ഞാൻ ഈ കമ്മിറ്റിക്കാരെ എന്തിനി പറഞ്ഞു, അല്ലെങ്കിൽ ഈ മൊയിലാറെ ഞാനെന്തിനി പറഞ്ഞു എന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് അവന്റെ മനസ്സിൽ ചേഞ്ചസ് വന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്, സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട് തട്ടിക്കോ. മനസ്സിലായില്ലേ? ഒരു മാങ്ങന്റെ മരത്തിലേക്ക്, നമ്മളെ വളപ്പിന്റെ അടുത്തുള്ള മാങ്ങന്റെ മരത്തിലേക്ക് നല്ല മാങ്ങ, നല്ല മാങ്ങന്റെ പേരെന്താ? നല്ല മാങ്ങന്റെ പേരെന്ത്? നിങ്ങൾക്ക് അറിയോ എന്ത് പറയാത്ത? എന്താ നല്ല മാങ്ങന്റെ പേര്? കസി മാങ്ങ. ഇപ്പൊ എന്തെല്ലാം മാങ്ങ ഉണ്ട്. അപ്പൊ നല്ലൊരു മാങ്ങ നിന്റെ വളപ്പിന്റെ ഉള്ളിൽ നീ നട്ടുപിടിപ്പിച്ചിട്ടേ നല്ല മാങ്ങ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു തന്നെ കല്ലെറിയുന്നു. നോക്കുമ്പോ നമ്മളെ പാവൂരിൽ ഒരാള്, നീ എന്താ കല്ലെറിഞ്ഞത്? ഇല്ല. എന്നെറിഞ്ഞിട്ടുണ്ടാ? ആയി. അപ്പൊ മുമ്പിൽ കല്ലെറിഞ്ഞു. അപ്പൊ എന്താക്കി ഓനെ വിളിച്ചു, വാ എന്നാ ഒരു മാങ്ങ അതിൽ പറിച്ചിട്ട് ഓന് കൊടുത്തു. ആയിരിക്കും കല്ലെറിഞ്ഞു. ഓന് എന്തിനാ കല്ലെറിഞ്ഞു? നീ മാങ്ങന്റെ മരത്തേക്ക് മാങ്ങ. ഓനൊരു മാങ്ങ പറിച്ചിട്ട് കൊടുത്തു. ഓന്റെ ആ കല്ലെറിഞ്ഞ സോക്കട അന്ന് തന്നെ പോയി. പോകില്ല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് നമ്മൾ വരണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. നീ എന്റെ 1 പറഞ്ഞാൽ നിന്നെ ഞാൻ 10 പറയും. അത് സുന്നത്ത് ജമാഅത്ത് അല്ല, അത് നിന്റെ സ്വന്തം ജമാഅത്ത്. സമ്പത്ത് ജമാഅത്ത്, പള്ള ജമാഅത്ത്, പല ജാതി പീരാന്റെ ജമാഅത്തുണ്ട്. സമ്പത്ത് ജമാഅത്തുണ്ട്, പള്ള ജമാഅത്തുണ്ട്, പീരാന്റെ ജമാഅത്തുണ്ട്, പല ജാതി ജമാഅത്ത്. സുന്നത്ത് ജമാഅത്ത് എന്താ? ഇങ്ങോട്ട് തീറ്റ പറഞ്ഞാൽ അങ്ങോട്ട് അവന്റെ നന്മ പറയാം. സുബ്ഹാനല്ലാഹ്. ഈ മാങ്ങ കിട്ടിയിട്ട് മാങ്ങ കൊണ്ടുപോകുമ്പോൾ പറയാണ്, ഞാൻ എന്ത് പണിയെടുത്തേ, ചണക്ക് കല്ലെറിഞ്ഞതിനേക്കാളും നേരെ പോയിട്ടൊരു മാങ്ങ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓ മാങ്ങ 2 തരട്ടിയല്ലേ. ഇപ്പൊ കല്ലെറിഞ്ഞിട്ട് ഒരു മാങ്ങ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നില്ലേ. യാ റബ്ബേ, ഞാൻ ഒരു മനുഷ്യൻ അതല്ലേ. 2 ദിവസം കഴിയുമ്പോൾ നല്ലൊരു പൗത്ത ചക്ക കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. ആ മാങ്ങ കൊടുത്തു വേണ്ട, നല്ലൊരു പഴുത്ത 2 ജാതി ചക്കയുണ്ട്. തങ്ങളല്ലേ വരി. അപ്പൊ കുറെ ചെറുപ്പക്കാരൻ തങ്ങന്മാരല്ലോ ബർക്കത്താക്കട്ടെ അല്ലേ. നല്ലൊരു പഴുത്ത തങ്ങളെ നല്ല വരിക്ക ചക്ക, ഒരു ചക്ക കൊണ്ടുപോയി ഇരിക്കും. നീ ഇരിക്കണമെന്നിട്ട് ആ തങ്കം മനസ്സിൽ വിചാരിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇരിച്ചതിൻ്റെ പേരിൽ അവർക്കത് കൂടാനുമില്ല. പിന്നെ ഞങ്ങളൊരു മര്യാദ ഇരിക്കട്ടെ കൊടുക്കും. നല്ല ചക്ക കൊണ്ടിട്ട് കൊടുത്തു. അതെന്താ നീ ഇപ്പം ചക്ക കൊടുത്തിരി? അല്ല, നിങ്ങളെ വളപ്പിൽ മാങ്ങ ഇല്ലാണ്ട് ചക്കയില്ല, നിങ്ങൾ നിനക്ക് മാങ്ങ തന്നല്ലേ, ഞാൻ കല്ലെറിഞ്ഞിട്ടാവും മാങ്ങ തന്നല്ലേ, അങ്ങനെ കണക്ക് എൻ്റെ പേരിൽ നല്ലൊരു ചക്ക, വരിക്ക ചക്ക, നല്ല തേന് പോലത്തെ ചക്ക, അതിൻ്റെ തൊലി വരെ തിന്നു പോവും, അങ്ങനത്തെ ചക്ക ഇതാ കണ്ടാ. ഇങ്ങനെ നമ്മളാവണം. കുറച്ച് പണിയുണ്ട് മാത്രം, ഇങ്ങനെ ആവണം, കുറച്ച് പണിയുണ്ട്. എൻ്റെ മാങ്ങൻ്റെ മരത്തിലെ കല്ലെറിഞ്ഞ് നിൻ്റെ കാല് കൊത്തും. കയ്യല്ല കൊത്തുന്ന കാല്, അത്ര സ്ട്രോങ്. നീ എന്ത് മനസ്സിലാക്കി? ഇവിടെ പെണ്ണുങ്ങല്ല, ഇവിടെ ആണുങ്ങളുള്ളത്. ഇതെല്ലാം അള്ളാഹു പഠിപ്പിച്ചത്. തിന്മനെ നല്ലത് കൊണ്ട് തടയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് കാക്കരിച്ച് കഫൻ തുപ്പിയ യഹൂദിയത്തായ പെൺകുട്ടി എത്ര വലിയ തങ്ങളാണ്, എത്ര വലിയ ആലിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖൻ നബിയ്യിന ഫീ
خلق وفي خلق ولم يدانه في علم ولا كرم. ഒരൊറ്റ നബിമാർക്കും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഇൽമിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വലിയ ഇൽമിന്റെ അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ എന്ന് വിശേഷിപ്പിച്ച ഏറ്റവും വലിയ ആലിമാ വനഅലമുകും ബില്ലാഹ് വഅത്ഖാകും ലില്ലാഹ് വഅഖ്ശാകും ലില്ലാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവൻ ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ അറിയുന്നവനും ഞാനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിൻ്റെ ഹബീബ്, അഷ്റഫുൽ ഖൽഖ്, അഫ്ദലുൽ ഖൽഖ്, അക്രമുൽ ഖൽഖ്, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു ആലിമില്ല, നബി തങ്ങളെക്കാളും വലിയൊരു സയ്യിദില്ല. ആ സയ്യിദായ ആലിമായ അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തേക്ക് കാക്കരിച്ച് കഫൻ തുപ്പുന്നു ആര്? ഒരു യഹൂദിയത്തായ പെണ്ണ്. ഞാൻ ആ ചരിത്രം സുദീർഘമായി പറയുന്നില്ല. അതേ പെണ്ണിന് ദിവസം കഴിയുമ്പോ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകും, മതിലിന്റെ ഇപ്പുറം വിളിച്ചിട്ട് നിന്നിട്ടാണ് ആ പെണ്ണ് തുപ്പിയത്. 2 or 3 പ്രാവശ്യം തുപ്പിയെന്ന് ചരിത്രത്തിൽ കാണാം. ഇരിക്കട്ടെ, മറ്റൊരു ദിവസം ആ വഴിക്ക് നടന്നു വരുമ്പോൾ ഈ പെണ്ണിന്റെ ഈ യഹൂദിയത്തിന്റെ വീട്ടിൽ നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നു, കരച്ചലും കുഴപ്പമൊക്കെ കേൾക്കുന്നു. അള്ളാന്റെ ഹബീബ് ആ വീട്ടിന്റെ പരിസരത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, എന്തിവിടെ സംഭവിച്ചു? ആ സമയത്ത് വീട്ടുകാർ പറഞ്ഞു, നബിയേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നബിയാണ്, അംഗീകരിക്കുന്നവർ അംഗീകരിക്കാത്തവരും അവിടെയുണ്ട്. ആ വീട്ടുകാര് പറഞ്ഞു, മുഹമ്മദേ ഇവിടെ ഒരു പെണ്ണിന് പെട്ടെന്ന് ബോധം കെട്ട് മരിച്ച പോലെ കിടക്കുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്ത് കയറുന്നു. ആരാണ് കിടക്കുന്ന പെണ്ണ്? 3 പ്രാവശ്യമോ അതിൽ കുറവോ കൂടുതലോ പ്രാവശ്യം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സർവാക്കപ്പെട്ട മുഖത്തേക്ക്. എന്താണ് ആ മുഖം? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം എന്താണ്? كأنه الشمس فضل هم كواكبها يظهرن أنوارها للناس في الظلم كأنه الشمس. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം ശംസാണ്, അത് ഖമറാണ്. ഖമറൻ മുനീറാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിരിക്കുന്ന മുഖം. വജുഹുക്കല്ലാഹു حجتنا يوم يأتي الناس بالحجج إن بيتا أنت ساكنه يا رسول الله ليس محتاجا إلى السرج يا حبيب الله എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മുഖമാണ് ഈ ഹുസൈനായ എൻ്റെ മുഖത്ത് അല്ല, ഇവിടെ ഇരിക്കുന്നൊരു മൗലാന മുഖത്ത് അല്ല, അവിടെ ഇരിക്കുന്നൊരു സുന്നി പ്രവർത്തകന്റെ മുഖത്തല്ല, സുൽത്താനുൽ ഉലമന്റെ മുഖത്തല്ല, താജുൽ ഉലമന്റെ മുഖത്തല്ല, നൂറുൽ ഉലമന്റെ മുഖത്തല്ല, പിന്നെ സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മുഖത്തേക്കാണ് കാക്കരിച്ച് കഫൻ തുപ്പിയത്. ആ തുപ്പിയ പെണ്ണാണ് അവിടെ കിടക്കുന്നു എന്നല്ലാന്റെ ഹബീബ് കാണുന്നു, അറിയുന്നു. എന്നിട്ട് പറയുന്നൊരു പാത്രത്തിൽ അല്പം വെള്ളം തരൂ. ആ വെള്ളത്തിൽ അല്ലാന്റെ ഹബീബ് മന്ദിരിച്ചു തുപ്പി കൊടുക്കുന്നു. എന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോയി ആ കുട്ടിൻ്റെ മുഖത്ത് കൊടയൂ, ശരീരത്തിൽ കൊടയൂ, എന്നിട്ട് കുടിക്കാൻ കൊടുക്കൂ.
എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി ആ വീട്ടുകാരാ പെൺകുട്ടിക്ക് കുടഞ്ഞു. ആ ബോധം തെളിയുന്നു, കുടിക്കാൻ കൊടുക്കുന്നു, എണീറ്റ് നിൽക്കുന്നു. നോക്കുമ്പോൾ ചോദിച്ചെന്താണ് ഇവിടെ സംഭവിച്ചത്. കാര്യങ്ങൾ പറയുമ്പോൾ ആ പെൺകുട്ടി പൊട്ടിക്കൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ മുഖത്ത് കഫം തുപ്പിയ കഫം ആ മുഖത്ത് തുപ്പിയതായ ആ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തത്? എന്നാൽ അദ്ദേഹത്തിന്റെ മതവുമല്ലാതെ ഈ ലോകത്ത് ഈ നിലക്ക് കാരുണ്യം കാണിക്കാൻ മറ്റാരുണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് അതിന് 10 ഇരട്ടി ചെയ്യാനല്ല. ആരംഭ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളാണല്ലോ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ? നമ്മുടെ സ്വഭാവം എവിടെ? നമ്മുടെ ആദർശം എവിടെ? അല്ലാഹുവിന്റെ ഹബീബുമായി എത്ര അകന്നിട്ടാണുള്ളത് പോരാ. നമ്മൾ നേരെ മടങ്ങി പോകണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്വഭാവത്തിലേക്ക്. അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് മിത്രങ്ങളല്ലാതെ ശത്രുക്കൾ ഉണ്ടാവില്ല കേട്ടോ. അല്ലാഹു ആ നിലക്ക് നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ. ആലിമീങ്ങളും നേതാക്കളും ഉമറാക്കളും പ്രവർത്തകന്മാരെല്ലാം ഈ ഒരു സ്വഭാവത്തിന്റെ ആളുകളായി നമ്മൾ മാറണം. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും നൊമ്പലിപ്പിക്കരുത്. ഞാൻ ഒരാളെ നൊമ്പലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആലിമിനെ അപമാനിച്ചു എന്ന് വെച്ചോ, ഇന്ന് രാത്രി ഞാൻ കടന്നു മരിച്ചാൽ ഈ ആലിമിനോട് പൊരുത്തപ്പെടിക്കാൻ കഴിയോ? എന്റെ ഉമറാക്കളായ നിങ്ങളെ ഞാൻ അപമാനിച്ചു, ഞാൻ ഒരു ആലിമ്, നീ ഒരു ജാഹില് എന്ന് പറഞ്ഞു നിന്നെ അപമാനിച്ചു. നിന്റെ ഇർള്, നിന്റെ മാനത്തിന് വിലയുണ്ട്. വിശുദ്ധ മദീനയിൽ ഹറഫയിൽ വെച്ച് അവസാന ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ നഫ്സും അവന്റെ മാലും അവന്റെ ഇർളും മൂന്നും ഒരേ സ്ഥാനത്താണ്. നഫ്സുഹു ഹറാം, മാലുഹു ഹറാം, ഇർളുഹു ഹറാം. കഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസ്. ചോദിച്ചുകൂടാ ആലിമീങ്ങളോട്? അല്ലേ? നിങ്ങൾ പറയണോ? അല്ല, ആഖിറത്തിൽ നിങ്ങൾ പറയേണ്ടി വരും. തെറ്റാ പറയണോ? ഞാൻ പറയും തെറ്റിയാൽ. എനിക്ക് ബോധ്യപ്പെട്ടില്ല, ഞാൻ പറയാം അങ്ങനെ അറിയില്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെ കണ്ടില്ല പറഞ്ഞു. ഇത് നാട്ടകം കളിയൊന്നുമില്ല. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ നഫ്സിനെ ആക്രമിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യന്റെ മുതൽ നശിപ്പിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യന്റെ മാനം മര്യാദ പറിച്ചു ചീന്തലും ഹറാമാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ അറഫാ ദിവസത്തിന്റെ ഹുർമത്ത് പോലെ, വഫീ ബലദിക്കും വഫീ ശഹരിക്കും ഹാദാ, ഈ നാട്ടിന്റെ പരിശുദ്ധമായ ഹറമിന്റെ, ഈ പരിശുദ്ധമായിരിക്കുന്ന നാട്ടിന്റെ ഹുർമത്ത് പോലെ, അതേ പ്രകാരം തന്നെ ഈ മാസത്തിന്റെ ദുൽഹജ്ജിന്റെ ഹുർമത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നിനും ഒരേ നിലപാട്. ആക്രമിക്കലും, അവന്റെ മുതൽ നശിപ്പിക്കലും, അവന്റെ മാനം കളയലും. ഒരാളുടെയും മാനം ഒരാളും കളഞ്ഞു പോകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആലിമിൻ്റെതാവട്ടെ, ഉമറാഇൻ്റെതാവട്ടെ, തങ്ങന്മാരതാവട്ടെ, ഒരു മുഅ്മിനിന്റെ മനുഷ്യന്റെ മാനം തൊടാൻ പാടില്ല. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ ആളെക്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ് അവനെ വഷളാക്കി, അവനെ നൊമ്പലിപ്പിച്ചു. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കറ, വല്ലാത്തൊരു നൊമ്പലത്തിന്റെ കറ നിന്നു. ആ കറ നിനക്ക് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരാ, ഉമറാക്കളെ, ഉലമാക്കളെ, സംഘാടകരെ, സ്ഥാപനക്കാരെ, മഹല്ലുകാരെ, ഇതെല്ലാം ഇവിടെ നമുക്ക് നടക്കും. പാവൂറിന്റെ മണ്ണിൽ നടക്കും. പക്ഷേ വേറെ ഒരു മണ്ണ് വരാനുണ്ട്.
ഒരു ഭൂമി വരാനുണ്ട്. ആ ഭൂമിന്റെ പേരാണ് മഹ്ശറ ഭൂമി. ആ ഭൂമിയിൽ നിന്റെയും എന്റെയും വലിപ്പത്തര നടക്കൂല, രാഷ്ട്രീയ സ്വാധീനം നടക്കൂല, വേറെ എന്തെങ്കിലും ശക്തി നടക്കൂല. അവിടെ നീയും ഞാനും പോകുന്നത് നക്കാമയായിട്ടാണ്. പറഞ്ഞു, നിന്റെ അരയിലി, എന്റെ അരയിലി, തങ്ങളെ അരയിലി, ഈ ഇരിക്കുന്ന ആലിമിന്റെ നിങ്ങളെ അരയിലും വസ്ത്രമില്ല, എല്ലാവരും നഗ്നന്മാരായി. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ? എല്ലാവരും നമ്മൾ പോകുന്നത് നക്കാമയായിട്ടൊന്നുമില്ല. അപ്പൊ കാണൂലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇല്ല ആയിഷ, എല്ലാവരുടെ കണ്ണും മീതക്കാണ് ആയിഷ, താഴോട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു സന്ദർഭം, അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ടല്ലോ സഹോദരന്മാരെ. ആരും വേണ്ടാതെ, ആർക്കും ആരെയും ഒരു ഗുണത്തിന് കിട്ടാത്തൊരു സമയം, ഒരൊറ്റ നബിയും ഒരു വലിയും ഒരു ശുഹദാവും, ഒരു ഉമ്മയും ഒരു ബാപ്പയും ഒരു ഉസ്താദും ഒരു ശിഷ്യനും ഒരു മകനും, ഒരു വാപ്പയും ഒരു ഭാര്യയും ഭർത്താവും, ആരും വേണ്ട. ശരിക്കും മനസ്സിൽ വെച്ചോളി, ആരും വേണ്ട. ഓരോരുത്തർക്കും അവന്റെ സ്വന്തം കാര്യമല്ലാതെ മറ്റൊരാളും വേണ്ട. ഉമ്മക്ക് മകൻ വേണ്ട. വിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അബീ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ റബ്ബിന്റെ കോടതിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഭൂമി നമുക്ക് വരാനുണ്ട്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു ഭൂമി, ഒരു മരുഭൂമി, ഒരു മഹ്ശറ ഭൂമി. എത്ര കൊല്ലം നിൽക്കണം? ആ കട്ടൻ ചെയ്യണ്ടവനെ എല്ലാവരും പോയാ? നിങ്ങൾക്ക് വന്ന ആളാ, എടുത്ത ആളാ? ഉള്ളാളത്തോടെ കൂടെ ഞാൻ പയ്യത്ത് വേൽക്ക് ഉറൂസിന് വേദന പോയി. ബഹുമാനപ്പെട്ട താജുശ്ശേരി ഔസാർ, അല്ലാഹു ദറജയിൽ കൊടുക്കട്ടെ. അലിക്കുഞ്ഞ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂ. താജുശ്ശേരിയാന്നെല്ലാം പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് തിരിയില്ല. മഹാനായ ശൈഖുനാ മർഹൂം അലിക്കുഞ്ഞ് ഉസ്താദിന്റെ വഫാത്തിന്റെ ദിവസമാണ് വ്യാഴാഴ്ച. ഇന്നലെ ഞാൻ ആ വഫാത്തിന്റെ ദിവസത്തെ ആ ബുറുദ മജ്ലിസിൽ പോകേണ്ടവനാണ്. പക്ഷെ ഞാൻ ഇന്നലെ രാവിലെ ബൊംബെയിൽ പോയി. ഇന്നലെ രാവിലെ ഫ്ലൈറ്റിന് പോയി, ഇന്ന് ഫ്ലൈറ്റിന് തിരിച്ചു വന്നു. ഒക്കെ എന്താക്കലും സമയം ലാഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കേണ്ടി വരും. പണ്ട് ബോംബെ ബസ്സിൽ പോയിക്കൊണ്ടായി ഞാൻ, മെഹബൂബ് ബസ്, മറ്റേ ബസ് അക്ബർ ട്രാവൽസ്. ഇപ്പം അക്ബർ ട്രാവൽസിൽ പോയെങ്കിൽ കണക്കാവും നമ്മളെ പണിയെല്ലാം ഇവിടെ. അപ്പം ഇന്നലെ രാവിലെ പോയി അവിടെ സൈദിയാൻ്റെ നീ എല്ലായിടത്തെ ആള് പറ്റും. ചപ്പയാ കുറച്ച് മധുരം പറ്റും. അങ്ങനെ ബോംബെയിൽ പോയി രാത്രി അവിടെ സൈദിയാൻ്റെ കമ്മിറ്റിയും ജനറൽ ബോഡിയും ഒരു ക്ലാസ്സെല്ലാം കഴിയുമ്പോൾ രാത്രി 12:30 മണി 1 മണിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി കടന്നിട്ട് ഒരു അര ഉറക്കം വരുന്നില്ല. 4 മണിയാകുമ്പോൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ ടാക്സി വന്ന് നിന്നു. എണിച്ച് രാവിലെ 4 മണി 4:30 മണിയാകുമ്പോൾ അവിടെ നിന്ന് പോയി. ജുമാക്ക് ആകുമ്പോൾ 11:30 മണിയാകുമ്പോൾ KC റോഡ് എത്തി. പിന്നെ ജുമായും ഒക്കെ കഴിഞ്ഞു. പിന്നെ മനുഷ്യനാണെങ്കിൽ നാളെ രാവിലെ ആണത്ര.
ഇന്നലത്തെ രാത്രിയുടെ ഉറക്കം ഇതൊക്കെ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ആകുമ്പോൾ ഒരു മനുഷ്യനാവും. പക്ഷെ ഇത് ഞാൻ ആദ്യത്തിലെ പറഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ക്ഷീണം, അങ്ങനെ നിങ്ങൾ ആൽക്ക് പോയിക്കോളിയുടെ പ്രശ്നം കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ വേറെ മുയിലാക്കന്മാരുണ്ട്, നിങ്ങളെ ക്ഷീണം പറയാൻ വേണ്ടി എടുക്ക് വരണ്ട, വന്ന കാറിൽ തന്നെ വേഗം പോയിക്കോളും നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ എൻ്റെ അത് പറഞ്ഞതിൻ്റെ പിറകെന്ന് പറയാൻ കാരണം അങ്ങനെയുണ്ട്. ചില ഈ ചക്ര മുയിലാക്കന്മാർ വന്നിട്ട് ഞാൻ വല്ലാത്ത ക്ഷീണത്തിൽ വന്നതാണ്, ട്രെയിനിൽ വന്നതാണ്, ചക്കയാണ് മാങ്ങയാണ്, ആൾക്ക് തോന്നും അയാൾ വന്നിട്ട് പോട്ട് ബാബാ, അയാൾ എന്തിനീ ഈ ക്ഷീണം പറഞ്ഞെടുക്കുമെന്നിനി. പിന്നെ ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പിരിച്ചില്ല ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ആളോട് പറയും നിങ്ങൾ വന്നണക്ക് ക്ഷീണം പറയണ്ട, വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ വേറെ പറഞ്ഞിട്ട് ക്ഷീണം പറയും. പിന്നെ അപ്പം ആൾക്കാർക്ക് പറയും മോശമല്ല പാപ അയാൾ നിർത്തിനു പോയിട്ടിപ്പാന്ന് പറയും. അങ്ങനെയാണ് കണക്ക്. അതാണ് ഞാൻ ആദ്യം പറയാത്തത്. പിന്നെ പാവൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട് ഈ പരിസരത്തേക്ക് വരാതിരിക്കാനും കഴിയില്ല. നമ്മൾ അബ്ബാസിയും കൂട്ടറും വന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ പോകാൻ തന്നെ വിടയില്ല. നിങ്ങളെ വയലെല്ലാം പിന്നെ ഈ വരുന്ന നോക്കി ചെല്ലും. അള്ളാഹു എല്ലാവർക്കും മഅഫിയത്തും ദീർഘായുസ്സും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ മൈലാമാരും വിടൂല, ഓരോ ആടെ വിളിക്കാൻ കാണട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ഞാനിപ്പോൾ നിർത്തി, 9:30 എൻ്റെ സമയം. തുടങ്ങുമ്പോൾ ഒരു 1/4 മണിക്കൂർ അപ്പുറം പോയത് കൊണ്ട് ഒരു 10 മിനിറ്റും കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. തങ്ങൾ വന്നില്ല? ഇപ്പോൾ വരൂലേ? അബ്ബാറ മൈലാറുണ്ട് റെഡി? അഷ്റഫ് സാദിയെല്ലാം ഉണ്ട്. മാഷാ അല്ലാ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു 8:30 ഞാൻ തുടങ്ങിയിട്ട് 9:00 ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. അഫവൻ. അപ്പോൾ നിങ്ങളെ ഹാൽക്ക് വന്നിട്ട് പോയി എന്ന് പറഞ്ഞു എന്നൊക്കെ സമരം തന്നിന് പറഞ്ഞു. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മളെ ജലാലിയൻ്റെ റാത്തീബിൻ്റെ സമാപനം ഉണ്ടായിരുന്നല്ലോ, ആ ദുആ കൂടാൻ എനിക്ക് കഴിഞ്ഞു. റാഹത്തായി, സന്തോഷമായി പോയി. അപ്പോൾ അതിൻ്റെ ആൾ തന്നെ ഒരു ദ്വാരക്കട്ടെ, നമ്മ അതിലേക്ക് പാഞ്ഞിട്ട് കയറിട്ട് റബ്ബനാത്തിന് ആക്കേണ്ട ആവശ്യമില്ല. അതായത് അതിൻ്റെ തർത്തീബ് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട നെരിക്കോട് ഉപ്പാപ്പ അല്ലാഹു തആല ഖബർ സ്വർഗമാക്കി ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ആദ്യമായി KC റോഡ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട നെരിക്കോട് ഉപ്പാപ്പ ഞാൻ തന്നെ കൊണ്ടുവന്നു. അപ്പം ഇപ്പം കൂടെയുള്ളവരൊന്നും അന്നില്ല, അന്ന് കണ്ടിട്ട് അന്ന് ചെറുപ്പക്കാരായിരിക്കും, അന്ന് ചെറിയ കുട്ടികളായിരിക്കും, അത്ര പ്രായമൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളവർക്ക്. അൽഹംദുലില്ലാഹ്. അവിടെ റാത്തീബിലൊക്കെ പോകുന്ന ആളാണ് നമ്മളെ മുഹമ്മദ് മുലാരി. എല്ലാവർക്കും അല്ലാഹു അവൻ്റെ മഹാന്മാരെ മഹബത്തും തണലും അല്ലാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഓർമ്മ നിങ്ങളെ മനസ്സിൽ വേണം. എന്താ ഓർമ്മ? ആരെയും ഒരാളെ വേദനിപ്പിക്കാനോ മുമ്പിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒന്ന് അവരോട് പൊരുത്തപ്പെടിക്കാനും അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ഈമാൻ. അത് ഇല്ല എങ്കിൽ നിന്റെ ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന ഖൽബ് അല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ട് ഇതിൻ്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ടും പറഞ്ഞിട്ടുണ്ട്, സംഘടനാപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ വന്നിട്ട് ആരാച്ചെന്നുള്ള അയാളെ മനസ്സ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു, അല്ലല്ലോ സദൽ അണക്ക് പൊരുത്തപ്പെടണ ഒറ്റ കരച്ചൽ. ഇപ്പൊ എനക്കെന്ത് പറയാം? ആഹാ, നീ എന്നെ വ്യക്തിപരമായിട്ടും പറഞ്ഞു, നീ അവഹേളിച്ചിനി, നീ എന്നെ സംഘടനാപരമായിട്ടും അവഹേളിച്ചിനി, ഇപ്പൊ നീ ഒന്നിട്ട് നാട്ടക്കാക്കെന്താ കരയുന്താ പോടും എന്ന് പറയാം. പക്ഷേ എനിക്കൊരു കോടതിയുണ്ട്, അല്ലാഹുവിൻ്റെ കോടതി. അവിടെ ഞാൻ റബ്ബിൻ്റെ പക്കന്ന് തെറ്റ് ചെയ്തു പോയി, മാപ്പ് തരണമെന്ന് മാപ്പ് ചോദിക്കുമ്പോ അല്ല എന്നോട് പറയും, എടാ എൻ്റെ ഒരു അടിമ നിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചില്ലേ, നീ യജമാനനല്ല, നീ ഇലാഹ് അല്ല, നീ അവനെ സൃഷ്ടിച്ചവനല്ല, നീ അവനെ പരിപാലിക്കുന്നവനല്ല, നിന്നെപ്പോലോത്ത അവൻ അടിമയാണ്, അവനും നീയും എൻ്റെ അടിമയാണ്. എന്നിട്ട് ആ അടിമ വന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്നെപ്പറ്റി പറഞ്ഞ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഒന്ന് മാപ്പ് ചോദിക്കുമ്പോ എൻ്റെ അടിമക്ക് നീ മാപ്പ് കൊടുത്തില്ലല്ലോ, പോടാ
നിനക്ക് എന്റെയും മാപ്പില്ല എന്ന് പറഞ്ഞ് റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഈ മിസ്കീനായ നാട്ടി ഓടിക്കപ്പെട്ടാൽ പിന്നെന്താണ് റബ്ബിന്റെ കോടതി നിന്ന് ഓർഡർ വരുന്നത്? ഖുദൂ, അവനെ പിടിക്കൂ, ഫഉല്ലൂ, ചങ്ങലയിട്ട് കെട്ടൂ, സുമ്മൽ ജഹീമ സല്ലൂ, ഹാളിക്കത്തുന്ന നരകത്തിലേക്ക് അവനെ കൊണ്ടുപോ എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയപ്പെട്ടാൽ ഈ മിസ്കീനായ എൻ്റെ കഴുത്തിലും കയ്യിലും കാലയിലും ചങ്ങലയിട്ട് റബ്ബിന്റെ മലക്കുകൾ അങ്ങ് വലിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അതേ സ്ഥാനത്ത് നമ്മളോട് വന്നിട്ട് ഒരാൾ ക്ഷമ പറയുന്നു, ഒരാൾ പൊരുത്തപ്പെടണമെന്നും അറിയുന്നു. റമദാനാണല്ലോ വരുന്നത്. വിശുദ്ധ റമദാനിൽ നമുക്കൊന്ന് നന്നാകണ്ടേ സഹോദരന്മാരെ, സഹോദരിമാരെ. അപ്പുറമുള്ള വീട്ടുകാര് ഇപ്പുറമുള്ള വീട്ടുകാരെത്തിപ്പെണ്ണുമായി നീ തമ്മിൽ തെറ്റിയിട്ടുണ്ട്, അഥവാ അവരുമായി ബന്ധത്തിലല്ല എങ്കിൽ ഉമ്മ മാറ്റിവെച്ചോ നിന്റെ ദേഷ്യങ്ങള്, മാറ്റിവെച്ചോ നിന്റെ വെറുപ്പുകള്, മാറ്റിവെച്ചോ നിന്റെ ആ വേണ്ടാത്ത സ്വഭാവങ്ങള്. ഒന്ന് മനസ്സ് നന്നാക്കി. തെറ്റ് ചെയ്തിട്ടുണ്ടോ നീ? ആ ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ നീ? ആ ആലിമിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നീ? ആ ഉമറായിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നീ? ആ സംഘാടകനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നീ? ആ പള്ളിന്റെ ഖിദ്മത്ത് ചെയ്യുന്നവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നീ? നൊമ്പലിപ്പിച്ചിട്ടുണ്ടോ നീ? ചോദിച്ചോ, ക്ഷമ ചോദിച്ചോ. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ ദുനിയാവിൽ വിട്ടുകൊടുത്ത മാപ്പ് കൊടുത്ത ആണ് പെണ്ണിനി അള്ളാന്റെ കോടതിയിൽ അതാ റബ്ബിന്റെ ഓർഡർ വരുന്നു, തജാവസു അൻ ഫുലാൻ, എന്നാൽ ഇന്നൊരാൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ. കാരണം എന്തുകൊണ്ട്? അവൻ എൻ്റെ അടിമക്ക് ദുനിയാവിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്, മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ അടിമക്ക് ഞാനും എല്ലാം മാപ്പ് കൊടുത്തു എന്ന് റബ്ബിന്റെ കോടതി നിന്ന് പ്രഖ്യാപനം വരുമ്പോൾ എനിക്കും നിനക്കും രക്ഷപ്പെടാമല്ലോ. ആയിരക്കണക്കിൽ കോടിക്കണക്കിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ഞാനും നീയും രക്ഷിതാവിന്റെ കോടതി നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മളെ വേദനിപ്പിച്ച നമ്പരിപ്പിച്ച അള്ളാന്റെ ഒരു അടിമക്ക് മാപ്പ് കൊടുത്താൽ എനിക്കും നിനക്കും റബ്ബിന്റെ കോടതി അങ്ങ് മാപ്പ് റബ്ബ് തരികയാണ്. അപ്പോഴല്ലേ നമുക്ക് ബോധ്യപ്പെടുന്നത്. അള്ളാഹു നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇവിടെ ഞാൻ പറഞ്ഞത് തുടങ്ങിയത് മഹാനായ താജുൽ ഉലമായി തങ്ങളുടെ പേരിൽ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഷറഫാക്കപ്പെട്ട മുഖം റബ്ബിന്റെ സ്വർഗത്തിൽ കാണാൻ അല്ലാഹു നമ്മളെ അർഹരാക്കി തരട്ടെ. എപ്പോഴും എപ്പോഴും എനിക്ക് ആ മുഖം കൂടെ കാണുന്നു. 10-25 വർഷം ബഹുമാനപ്പെട്ടവരുടെ കൂടെ പോയി അവരെ ചെരുപ്പെടുത്തു കൊടുക്കാനും കാലിന്ന് ഷൂ ഊരി വെക്കാനും സോസ് ഇട്ട് കൊടുക്കാനും തുപ്പാൻ വേണ്ടി കയ്യിൽ പാത്രം ഓർക്ക് വെച്ചു കൊടുക്കാനും ഭാഗ്യം ലഭിച്ചൊരു മുതഅല്ലിം എന്ന നിലക്ക് അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് ധൈര്യം തരുകയും എല്ലാത്തിനും ബഹുമാനപ്പെട്ടവർ കാവൽ നിൽക്കുകയും ചെയ്തു. ഒരിക്കൽ പറഞ്ഞു, അവസാന സമയത്ത് ദുനിയാവിൽ നിങ്ങൾക്കെല്ലാത്തിനും ഞാൻ കാവൽ നിന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാത്തിലും ഞാൻ തുണയായി നിന്നിട്ടുണ്ട്. ആഖിറത്തിലും നിങ്ങൾക്കെൻ്റെ തുണ കിട്ടും, ആഖിറത്തിലും നിങ്ങളെ കൈവിടൂല. അർഹമുർ റഹീമായ അല്ലാഹ്, ആ നിലക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ കുറേ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്തരം മഹത്തുക്കളുടെ തണൽ കൊണ്ട്
അവര് ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളോട് ഒരു സ്നേഹം അല്ലാഹു കൊടുത്ത് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഈ താജുൽ ഉലമ സുന്നി സെന്റർ അൽഹംദുലില്ലാഹ് നമ്മൾ ആശയവും ആദർശവും വിശ്വാസവും ആരെയും ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ, ചീത്ത പറയാതെ കുറ്റം പറയാതെ ഒരൊറ്റ ആലിമിനെയും ഒരു സയ്യിദിനെയും കുറ്റം പറയാതെ മുബ്തദീങ്ങളെ വരെ നമ്മൾ വ്യക്തിപരമായി അവരെ കുറ്റം പറയുന്നില്ല. ഒരു സലഫി ആശയത്തിലുള്ളവനെ, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ, ഒരു തബ്ലീഗ് ആശയക്കാരനെ, ഏതെങ്കിലും വേറെ ഇശത്തിലുള്ളവനെ വ്യക്തിപരമായി അവന്റെ കുടുംബത്തെയോ അവന്റെ വ്യക്തി ജീവിതത്തെയോ നമ്മൾ അപമാനിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവന്റെ തെറ്റായ ആശയപ്രചരണത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നല്ലാതെ വ്യക്തിപരമായിട്ടല്ല നമുക്ക് ബിദ്അത്തിന്റെ ആളുകളോടുള്ള വെറുപ്പുള്ളത്. അവർ നമ്മൾ വ്യക്തിപരമായി ഏതെങ്കിലും വേണ്ടാത്ത ചീത്ത പറയുന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞാലും അത് തെറ്റാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വെറുപ്പും എതിർപ്പുമുള്ളത് ആശയരംഗത്ത് ആദർശരംഗത്ത് മാത്രമാണ് മുബ്തദീങ്ങളോട്. അല്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ ആലിമിനോടും ഒരു സയ്യിദിനോടും ഒരു പ്രവർത്തകനോടും നമുക്കൊരിക്കലും വെറുപ്പില്ല. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ, ശുദ്ധമാക്കി തരട്ടെ. ഏതൊരു ആലിമിനെയും ഒരു സയ്യിദിനെയും ഒരു ഉമറായിനെയും ഒരൊറ്റ മുഅ്മിനായ ആണ് പെണ്ണിനെയും ചീത്ത പറയാനോ അപമാനിക്കാനോ നാണം കെടുത്താനോ മാനം കെടുത്താനോ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസുകളും പരിശുദ്ധ ദീനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില ആളുകളെ വെക്കുന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന വിഷമം, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഒരു സ്ഥലത്ത് പോയി പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കിത്തരം സെന്ററുകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കേണ്ടതായി വരുന്നു. വ്യക്തിവൈരാഗ്യം കൊണ്ടുണ്ടാക്കുന്നത് അല്ല, വേറെ ഏതെങ്കിലും ഒരു അഡ്രസ്സിന് വേണ്ടി ഉണ്ടാക്കേണ്ടത് അല്ല. ഞങ്ങൾക്കും പള്ളി ഉണ്ടാക്കാൻ കഴിയും, ഞങ്ങൾക്കും സെന്റർ ഉണ്ടാക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ വല്ലാഹി സുമ്മ വല്ലാഹി അല്ലേ അല്ല. പിന്നെയോ അത് ഞാൻ എപ്പോഴും തീർത്തെവിടെയും പറയുന്നു, കൂടെ നിന്നു പോകാനും കൂടെ സഹകരിച്ചു പോകാനും കഴിയാത്തൊരു സ്വഭാവം, ഒരവസ്ഥ ചില ആളുകളെ വക്കുന്ന കാണുമ്പോൾ നമുക്ക് അവിടെ പോയി ആരെയും പ്രശ്നമാക്കാതെ നമ്മളെ ഹാലിക്ക് നമ്മളെ ഈമാനും നമ്മളെ വിശ്വാസവും നമ്മളെ ആദർശവും കണ്ടൊരു മൂലക്ക് ഇരിക്കാലോ കൂടാകുലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലേ? അങ്ങനെയാണ്. എന്നല്ല അവിടെ പള്ളി ഇവിടെ പള്ളി അവിടെ സെന്റർ ഇവിടെ സെന്റർ അതാത് ഇത് മറ്റേത് ഈ പിരാണ്ടൊന്നും നമുക്കില്ല. ഇയാൾ ഈ മൊയിലാരെ കൂടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്താ അയാൾ കുറെ ആളെ ചീത്ത പറഞ്ഞത് അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു. അപ്പൊ ഞാൻ അയാളെയും ചീത്ത പറയാൻ പോയാലോ ഞാനും അയാൾ ഒരുപോലെ. പണ്ടൊരു നായി കടിച്ചല്ല വന്നിട്ട് പാഞ്ഞുകൊണ്ട് പോയിട്ട് ആ നായിന്റെ കാല് ഓനും കടിച്ചു. അപ്പൊ എന്തായി? 4 കാലുള്ള നായി ഒന്ന്, 2 കാലുള്ള നായി വേറെ ഒന്ന്, 2. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അത് പറ്റൂല. അപ്പൊ ഞാൻ എന്താക്കാ? അമ്മയിലാരെ കൂടെ നിൽക്കുന്ന വേണ്ട, ഞാൻ എൻ്റെ ഹാലക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒരു ജോപ്പിട്ടിട്ട് അവിടെ കൂടാ. അങ്ങനെയല്ല, അയാൾ വേറെ ഒന്നുമില്ല. അതങ്ങനെ അങ്ങനെയല്ല. അയാളെ കൂടെ അയാളെ സ്വഭാവം മാറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ആ നേതാവിൻ്റെ സ്വഭാവം മാറുന്നില്ല. നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ കൂടെ നിൽക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രശ്നമാക്കുന്നത് വേണ്ട, നമ്മൊരു കൂടി കെട്ടിയിട്ട് ഇവിടെ കുടിക്കോളാം. ഇങ്ങനെ ആശയത്തിനും ആദർശത്തിനും റബ്ബിൻ്റെ പൊരുത്തത്തിനും വേണ്ടി അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതിനോട് ഒരിക്കലും ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയും ഇല്ല. ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ നമുക്കും നിങ്ങൾക്കും പറയേണ്ടി വരും. ഇതെല്ലാം അല്ലാഹുവിന്റെ മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കഴിഞ്ഞുപോയത് സംഭവിച്ചു പോയത് വിട്ടുകൊടുക്കാൻ തജാവസു വിട്ടുകൊടുക്കി, മാപ്പ് കൊടുക്കി, എല്ലാവരും കൊടുക്കൂ. എന്നിട്ട് ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യൗമ ലാ യൻഫഉ
മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും റബ്ബിന്റെ കോടതിയിൽ ഒരു ഫലവുമില്ല. ആർക്കേ ഫലമുള്ളൂ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബിന്റെ ഉടമകൾക്കല്ലാതെ രക്ഷയില്ല. അപ്പൊ നമ്മുടെ കൽബ് സലീമായ കൽബായിരിക്കണം. എന്ത് തെറ്റും എന്ത് കുറ്റവും ആർക്കും മാപ്പ് കൊടുക്കാൻ, മുട്ടുകൊടുക്കാൻ, അവന്റെ മുഖം നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ രാവിലെ ഒരു 8 മണിക്ക് രാവിലെ നിൽക്കുമ്പോ ഒരു യഹൂദിയായ പ്രൊഫസർ, വലിയ പണ്ഡിതനായ യഹൂദി, അദ്ദേഹം കുതിരന്റെ മേൽ സഞ്ചരിക്കുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തേക്കൊന്ന് നോക്കുമ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിക്കുന്നു. ഇയാൾ ഒറിജിനൽ മുസ്ലിമാണ്, മുഅ്മിനാണ്, മഹാനാണ്. അദ്ദേഹം പക്ക യഹൂദിയാണ്. കാണുന്നില്ല ഇസ്രായേലിന്റെ യഹൂദി തത്വം കാണുന്നില്ലേ ലോകത്ത്? അല്ലാഹു എല്ലാ ദീനിന്റെ അഴതായിന അല്ലാഹു ചിന്ന ഭിന്നമാക്കട്ടെ. ശത്രുക്കൾ അല്ലാഹു പാഠം പഠിപ്പിക്കട്ടെ. റബ്ബ് ഉദ്ദേശിച്ചതുപോലെ അവരെ കൈകാര്യം ചെയ്യട്ടെ. അങ്ങനെ ആ യഹൂദി എപ്പോഴെപ്പോഴും അങ്ങനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നു. ഒരു ദിവസം യഹൂദി അവന്റെ വാഹനം നിർത്തി അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾ എപ്പോഴും എന്നെ നോക്കിയിട്ട് എന്തേ ചിരിക്കുന്നത്? എന്നെ കളിയാക്കുകയാണോ? എന്നെ പരിഹസിക്കുകയാണോ? ആ സമയത്ത് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, പരിഹസിക്കാൻ ഞങ്ങൾക്ക് പാടില്ല. ഞങ്ങളെ ഖുർആൻ ഞങ്ങളോട് ഒരൊറ്റ കൗമും മറ്റൊരു കൗമിനെ പരിഹസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തേ നിങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്? എൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്തബസ്സുമു ഫീ വജ്ഹി അഖീക സദഖ. ഒരു സഹോദരന്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. വലിയ സദഖാന്റെ പ്രതിഫലമുണ്ട്. ഒരു സഹോദരന്റെ മുഖം നോക്കി പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയാണ് ഞാൻ നിന്നെ കണ്ടപ്പോൾ എപ്പോഴും ചെയ്യാറുള്ളത്. പരിഹാസമില്ല, ഡോങ്കിയാക്കുന്നതല്ല, കളിയാക്കുന്നതല്ല. ഇത് കേട്ടപ്പോൾ ആ യഹൂദി പ്രൊഫസർ അദ്ദേഹത്തിന്റെ യഹൂദി മതം വിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ മുഖം കണ്ട്, നമ്മളെ പുഞ്ചിരി കണ്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് എതിരാളികൾ വരെ, ശത്രുക്കൾ വരെ നമ്മളെ കൂടെ വരുന്നൊരു സ്വഭാവത്തിലേക്ക് ആലിമീങ്ങളും നേതാക്കളും പ്രവർത്തകന്മാരും കമ്മിറ്റിക്കാരുമല്ലാത്തവരുമെല്ലാം ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, നാളെ റബ്ബിന്റെ ലിഖാ, ആ റബ്ബിനെ കാണണം, ആ റബ്ബിന്റെ സ്വർഗത്തിലെത്തണം. ആ റബ്ബിനെ കാണുക എന്ന വലിയ നിഅമത്ത് എനിക്ക് ലഭിക്കണം. എൻ്റെ റബ്ബിനെ കാണണം, ആ റബ്ബിന്റെ സ്വർഗത്തിൽ എനിക്ക് കടക്കണം. അങ്ങനെ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അൽ കഹ്ഫ് സൂറത്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അവൻ സ്വാലിഹായ സൽക്രമങ്ങള്, നന്മകള്, ഖൈറുകള്, സദഖകള്, സ്വഭാവങ്ങൾ എല്ലാം നന്നാക്കി ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ റബ്ബിനെ കാണാം, റബ്ബിന്റെ സ്വർഗത്തിലെത്താം. അവിടെ വെച്ച് റബ്ബിനെ കാണാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ എല്ലാവരും, നമ്മുടെ സംഘാടകർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാരായ നാട്ടുകാർ എല്ലാവരും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ വെച്ച് റബ്ബിനെ കാണാൻ, റബ്ബിൻ്റെ ലിഖാഇനുള്ള അർഹതയുള്ളവരിൽ പെടുത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു.
ഒരാളെയും വേദനിപ്പിക്കാനോ നൊമ്പലിപ്പിക്കാനോ അരുത് അരുത് അരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കലും അവിടുത്തെ സ്വഭാവത്തിൽ നിന്നിട്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്തുമായി റസൂലുള്ളാഹിന്റെ ഖാദിമായി അവിടുത്തെ ചെരുപ്പെടുക്കുന്നവനായി അവിടുത്തെ എല്ലാമായി ഞാൻ 10 വർഷം ഖിദ്മത്ത് എടുത്തിരുന്നു. ഒരിക്കലെങ്കിലും അല്ലാഹുവിൻ്റെ ഹബീബ് വമാ ദറബനി വമാ ഖഹറനി വമാ ശതമനി, ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ അപമാനിച്ചില്ല, എന്നെ വേദനിപ്പിച്ചില്ല, എന്നെ ആട്ടിപൊടിച്ചില്ല, എന്നെ നുറുമ്പി വിലങ്ങിയില്ല, ഒരു കർക്കശമായ സ്വഭാവത്തിൽ എന്നോട് പെരുമാറിയിട്ടേ ഇല്ല. ഈ സ്വഭാവത്തിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിപ്പോവുകയും ആദരിക്കേണ്ടവർ ആദരിക്കുകയും അനുസരിക്കേണ്ടവർ അനുസരിക്കുകയും വഴിപ്പെടേണ്ടവർക്ക് വഴിപ്പെടുകയും ചെയ്യുന്നൊരു സ്വഭാവത്തിലായി നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് പോകണമെന്നും, എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളെയും എൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം എന്ന ആ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ആ റബ്ബിനെ എനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയണം, ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഇവിടെയുള്ള സുന്നി സെൻ്ററിൻ്റെ ഉലമാക്കളെ, കമ്മിറ്റിക്കാരെ, നമ്മളെല്ലാവരും ജീവിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ഒന്ന് വേറെ, ആശയമൊന്ന് വേറെ, അങ്ങനെ ആവാൻ പാടില്ല. എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന ആ വഴിയിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒരാളെയും മാനം കടത്താനോ നാണം കടത്താനോ ആദരിക്കേണ്ടവരോട് അനാദരവ് കാണിക്കുന്ന സ്വഭാവങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വരാതെ വിശുദ്ധ റമദാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ വലിയ ആദരവ് കൊടുക്കേണ്ട മാസമാണ്, സമയമാണ്. എല്ലാവരും ആ വലിയ ആദരവിന്, വലിയ ബഹുമാനത്തിന് നമ്മളെല്ലാവരും ഒരുങ്ങണമെന്നും, വിശുദ്ധ റമദാനും അല്ലാത്ത സമയങ്ങളും ഒരുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടാൽ അവൻ്റെ കാര്യം അപകടത്തിലാണ്. പോരാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ ശഅബാൻ മാസത്തിൻ്റെ അവസാന സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ ഹബീബ് പ്രസംഗിച്ച പ്രസംഗങ്ങൾ കാണാം. ഖദ് അല്ലക്കും ഷഹറുൻ അളീം, ഷഹറുൻ മുബാറക്, ബറകത്താകപ്പെട്ട മാസം, വല്ലാത്ത പുണ്യമുള്ള മാസം, ഷഹറുൻ അളീം ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്നെത്തിക്കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം റസൂലുള്ളാഹി എന്ന് പഠിച്ച സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയെങ്കിൽ, ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പരിശുദ്ധ റമദാൻ നമ്മളിൽ കടന്നു വരുമ്പോൾ ആ നിലക്ക് റമദാനിൻ്റെ പകലുകളും റമദാനിൻ്റെ രാത്രികളും പടച്ചറബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മളെല്ലാവരും സുബുലാവുക, സജ്ജരാവുക, തമ്മിൽ പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിക്കുക. ഇല്ല, ഞാൻ പൊരുത്തപ്പെടൂല, എൻ്റെ കാല് കുടിക്കട്ടെ, എന്നോട് മാപ്പ് ചോദിക്കട്ടെ, ഈ അഹങ്കാരം വേണ്ടേ വേണ്ട. നീ എത്ര താഴുന്നുവോ അത് കണ്ട് നിനക്ക് ആഖിറത്തിൽ ഉയരാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇവിടെ നീ എത്ര കണ്ട് അഹങ്കരിച്ച് ഉയർന്നോ, ദുനിയാവിൽ ആഖിറത്തിൽ അല്ലാഹു ആ നിലക്ക് നിസ്സാരപ്പെടുത്തി കളയും. ജനങ്ങളെടുക്കൽ എത്ര വലിയ കബീറാണ്, എത്ര വലിയവനാണ്, ആഖിറത്തിൽ റബ്ബിൻ്റെ അടുക്കെത്തുമ്പോൾ അവൻ ഹഖീറാണ്, നിന്ദ്യനാണ്, നിസ്സാരനാണ്. ദുനിയാവിൽ എത്ര നിസ്സാരന്മാരായി ജീവിക്കുന്നവരാണ്, റബ്ബിൻ്റെ അടുക്കൽ അവൻ കബീറാണ്, വലിയവനാണ്. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിൻ മൻസില ഇൻ കുൻത തത്ലുബു ഇൻദ നാസിം മൻസില. ജനങ്ങൾക്കൽ, ജനങ്ങളെ മുമ്പിൽ വെച്ച് സ്ഥാനവും പേരും പ്രശസ്തിയും നിനക്ക് വേണോ? അതാണോ നിന്റെ ആഗ്രഹം? അതാണോ നിന്റെ തേട്ടമെങ്കിൽ ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിൻ മൻസില, അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് ഒരു സ്ഥാനവും നീ തേടണ്ട, ഒന്നും നിനക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് റബ്ബേ, അറിഞ്ഞിട്ടും അറിയാതെയും
കണക്കില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് റബ്ബേ, പറഞ്ഞവരാണ് അല്ലാ, കണ്ടവരും കേട്ടവരാണ് റബ്ബേ. പലപ്പോഴും ഈ ശരീരത്തിൻ്റെ സ്വാധീനം കൊണ്ടും ശൈത്താനിൻ്റെ വലിയ സ്വാധീനം കൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ് അല്ലാ. ഒന്നും നിന്നോട് ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ല. ഞങ്ങളെ ഉള്ളും പുറവും എല്ലാം അറിയുന്ന റബ്ബേ, ഞങ്ങളെ കോലം ഭംഗിയായിട്ടുണ്ട്, ഞങ്ങളെ വേഷം ഭംഗിയായിട്ടുണ്ട്, ഞങ്ങളെ കുറേ കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ കൽബ് നന്നായിട്ടില്ല. ഞങ്ങൾ ഹൃദയം ഒരു സലീമായ ഹൃദയമായിട്ടില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, വിട്ടു തരണേ അല്ലാ. വിശുദ്ധ റമദാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു ശുദ്ധതയുള്ള കൽബിൻ്റെ ഉടമകളാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ നീ ഫളീഹത്താക്കല്ലേ അല്ലാ, വഷളാക്കല്ലേ അല്ലാ, അദാബ് ചെയ്യല്ല റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളെ മുഴുവൻ പ്രവർത്തകന്മാർ, ഈ സുന്നി സെന്ററിന് വേണ്ടി ഓടി നടന്ന് പ്രയാസപ്പെട്ടവർ, അവിടെ കൂടെ നിന്ന് സഹായിച്ച് സഹകരിച്ചവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫത്ത്, ബലാ, മുസീബത്ത്, അടങ്ങേറ്, ഫിത്ന, ശർറ്, സിഹ്റ്, ഹസദ്, കണ്ണീരെല്ലാം നീ ബാത്തിലാക്കി കളയണേ റബ്ബേ. ആരെ മുമ്പിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ, വഷളാക്കല്ലേ റബ്ബേ. ആര് ഞങ്ങളെ കൈവിട്ടാലും, ആര് ഞങ്ങൾക്കെതിരായാലും, ആര് ഞങ്ങളെ ശത്രുക്കളായി മാറിയാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ സഫറിലും ഹദറിലും ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ. വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ആഫിയത്തോടെ, നല്ല ആരോഗ്യത്തോടെ, റാഹത്തോടെ റമദാനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾ ആസ്പത്രിയിലാക്കല്ലേ അല്ലാ, ഞങ്ങളെ വീട്ടുകാരെ എമർജൻസിയിലാക്കല്ലേ അല്ലാ, ഐസിയുവിലാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പൂർണ്ണമായ ആഫിയത്ത് തന്ന് ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞവർ, നാട്ടിലുള്ളവർ, ഗൾഫിലുള്ളവർ, ഇന്നലെ ബോംബെയിൽ പരിപാടിക്ക് പോയപ്പോൾ നിരവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞു റബ്ബേ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. മാരകമായ ട്യൂമർ തരല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ റബ്ബേ, കിഡ്നിക്ക് അപകടം തരല്ലേ അല്ലാ, ഡയാലിസിൽ ജീവിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെ വന്യരായ ശൈഖുനാ ബാണിക്കത്ത് ഉസ്താദ് സുഖമില്ലാതെ കോഴിക്കോട് ആസ്പത്രിയിലാണ് റബ്ബേ, നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ, പ്രവർത്തകന്മാർ, തങ്ങന്മാർ, കുടുംബക്കാർ, ഉമ്മമാർ, സഹോദരിമാർ, ചെറിയ മക്കൾ, മുത്തഅല്ലിമീങ്ങളായ മക്കളടക്കം രോഗത്തിലുണ്ട് അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനേ. വിശുദ്ധ റമദാനിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവർക്കും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ ഈമാൻ സലാമത്താക്കി ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ നീ ഒരുക്കി വെച്ച വീട്, നിന്റെ മലക്കുകൾ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങളെ സന്തോഷിച്ച് മരിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയെല്ലാം ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. താജുൽ ഉലമാ സുന്നി സെന്റർ ഖിയാമത്ത് നാൾ വരെ ആശയാദർശ രംഗത്ത് വളരെ കർക്കശമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എല്ലാ എതിർപ്പുകളെ എതിർക്കുന്ന എതിരാളികളെ മനസ്സിലും നീ സത്യവും നന്മയും കൊടുക്കണേ അല്ലാ. അറിയാതെ പറഞ്ഞവർക്കും ചെയ്തവർക്കെല്ലാം ഞങ്ങൾക്കും അവർക്കും മാപ്പ് തരണേ അല്ലാ. ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള എല്ലാ മുഅ്മിനീങ്ങളെ ഖൽബിനെ ഉലമാഇന്റെ ഉമറാഇന്റെ പ്രവർത്തകന്മാരെ ഖൽബ് നീ സ്നേഹത്തിലാക്കണേ റബ്ബേ, ഐക്യത്തിലാക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് പറഞ്ഞു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.